ലഹരിക്കെതിരെ യുവജനങ്ങൾ ആത്മീയതയുടെ കോട്ട തീർക്കണമെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. രൂപതയിലെ 11-12 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന എഴുകുംവയൽ കുരിശുമല തീർത്ഥാടനത്തിൽ സന്ദേശം നൽകുകയായിരുന്നു മാർ നെല്ലിക്കുന്നേൽ. സമൂഹം ലഹരി എന്ന വലിയ വിപത്തിനെതിരെ പോരാട്ടം നടത്തുന്ന കാലമാണിത്. യുവജനങ്ങൾ ലഹരിയുടെ ഉപയോഗത്തിനും വിപണനത്തിനുമെതിരെ ജാഗ്രത പുലർത്തണമെന്നും മെത്രാൻ പറഞ്ഞു. ജീവിതത്തിലെ സഹനങ്ങൾ രക്ഷയിലേക്കുള്ള ഒറ്റയടി പാതയാണ് എന്ന് പുതുതലമുറയ്ക്ക് ബോധ്യമുണ്ടാകുന്നതിനും സഹനങ്ങൾ രക്ഷാകരമാണ് എന്ന തിരിച്ചറിവിലേക്ക് അവർ എത്തിച്ചേരുന്നതിനും ഈ തീർത്ഥാടനം ഉപകരിക്കുമെന്ന് മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. സമൂഹത്തെ ഗൗരവമായി ബാധിച്ചിരിക്കുന്ന ലഹരിയുടെ പിടിയിൽ നിന്നും പുതുതലമുറ മാറി ചിന്തിക്കുന്നതിനും ത്യാഗം സഹിച്ചുള്ള ആത്മീയശീലങ്ങൾ ജീവിതത്തിൻ്റെ പുതുലഹരിയായി രൂപാന്തരപ്പെടുന്നതിനും ഇത്തരം തീർത്ഥാടനം വഴിയൊരുക്കുമെന്ന് മെത്രാൻ പറഞ്ഞു. എഴുകുംവയൽ നിത്യസഹായ മാതാ പള്ളിയിൽ രാവിലെ 7:30 നടന്ന ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് മാർ ജോൺ നെല്ലിക്കുന്നേൽ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പരിഹാര പ്രദക്ഷിണത്തിൽ വിവിധ ഇടവകകളിൽ നിന്നും 100 കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. എഴുകുംവയൽ കപ്പേളയിൽ പരിഹാര പ്രദക്ഷിണം എത്തിച്ചേർന്നപ്പോൾ അഭിമന്യ പിതാവ് കുട്ടികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലി കുരിശുമല തീർത്ഥാടനം നടന്നു. ലഹരി വിമുക്ത സമൂഹത്തിനും ലഹരിക്ക് അടിമകളാകുകയും ലഹരിയുടെ വിപണനം നടത്തുകയും ചെയ്യുന്നവരുടെ മാനസാന്തരവുമായിരുന്നു തീർത്ഥാടനത്തിൻ്റെ പ്രധാന നിയോഗം. മലമുകളിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് മാർ ജോൺ നെല്ലിക്കുന്നേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രൂപത മുഖ്യവികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ, ഫാദർ ജോസ് നടുപ്പടവിൽ, ഫാദർ അമൽ മണിമലക്കുന്നേൽ, ഫാദർ അലക്സ് ചേന്നംകുളം എന്നിവർ സഹകാർമ്മികരായി. വിദ്യാർത്ഥികൾക്ക് കുമ്പസാരിക്കുന്നതിനുള്ള സൗകര്യം ക്രമീകരിച്ചിരുന്നു. മുഴുവൻ തീർത്ഥാടകർക്കും നേർച്ചക്കഞ്ഞിയും നൽകി. തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ തോമസ് വട്ടമല, ഫാദർ ജിൻസ് കാരക്കാട്, ഫാദർ ലിബിൻ വള്ളിയാം തടത്തിൽ, സാം സണ്ണി, സെസിൻ ജോസ് എന്നിവർ നേതൃത്വം നൽകി. ഷെക്കേന ന്യൂസ്, ഇടുക്കി.